प्यारे बच्चों, कैसे हैं आप लोग? ठीक है ना? अच्छा, पिछले क्लास में हम हेलन केलर की आप बीती पढ़ रहे थे और उस पर चर्चा भी कर रहे थे। चलिए अब हमको देखना है कि हेलन केलर आगे क्या कहती है। सुलिवन ने मुझे बहुत प्यार दिया। उसके आने से मेरी ज़िंदगी ही बदल गई और मेरे ख्वाबों के फूल खिलने लगे। मेरी ज़िंदगी संवारने में उनका बहुत अहम റോൾ रहा है। ആൻ സുളിവൻ എന്നെ വളരെയധികം സ്നേഹിച്ചു. അവർ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ തുടങ്ങുകയും ചെയ്തു. എൻ്റെ ജീവിത വിജയത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. प्यारे बच्चों, आपने कभी सोचा है कि इस तरह की एक बच्ची को पढ़ाना जो अंधी, गूंगी और बहरी है कितना मुश्किल काम है? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ അന്ധയും ബധിരയും മൂകയുമായ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രയാസകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു ജോലിയാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ എങ്ങനെയാണ് ഈ ആൻ സുളിവൻ എന്ന് പറയുന്ന ഈ ഒരു അധ്യാപിക, ഈ ഒരു ടീച്ചർ അന്ധയും ബധിരയും മൂകയുമായ ഒരു കുട്ടിയെ പഠിപ്പിച്ചത്? എങ്ങനെയാണ് അവർ ഈ കുട്ടിയെ പഠിപ്പിച്ച് വളരെ ജീവിതത്തിൽ ഉയർന്ന വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ ഏത് രീതിയിലാണ് ഇവർക്ക് കഴിഞ്ഞത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഹെലൻ കെല്ലറെ കൂടാതെ വേറെയും ഒരുപാട് ആളുകളില്ലേ ഇങ്ങനെ അന്ധരായിരുന്നിട്ടും ജീവിത വിജയങ്ങൾ കൈവരിച്ച ആളുകൾ വേറെയുമില്ലേ? അല്ലെങ്കിൽ ബധിരരും മൂകരുമായിട്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച ആളുകളില്ലേ എന്ന്. പക്ഷേ നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന അന്ധരായിട്ടുള്ള ആളുകൾക്ക് ചെവി കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന ബധിരരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് കണ്ണ് കാണാൻ പറ്റും. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ 3 കഴിവുകളും വളരെ ചെറുപ്പത്തിലെ 2 വയസ്സിന് മുമ്പേ തന്നെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കണ്ണ് കാണാൻ പറ്റുന്നില്ല, ചെവി കേൾക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പഠിപ്പിക്കുക? നമ്മൾ വളരെ ആഴത്തിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കുട്ടിയെ എന്തെങ്കിലും കാണിച്ച് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ കുട്ടിക്ക് കാണാൻ പറ്റില്ല. എന്തെങ്കിലും കേൾപ്പിക്കാമെന്ന് വിചാരിച്ചാൽ കുട്ടിക്ക് കേൾക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തേക്ക് പറയാൻ കുട്ടിക്ക് സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ എന്തുമാത്രം ടെക്നിക്കുകളായിരിക്കും ഈ അധ്യാപിക ആൻ സുളിവൻ എന്ന് പറയുന്ന അധ്യാപിക ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയുണ്ട്, ദ മിറാക്കിൾ വർക്കർ. ദ മിറാക്കിൾ വർക്കർ എന്നാണ് ആ സിനിമയുടെ പേര്. ഒരുപക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ നമുക്ക് ലഭ്യമാണ് ആ സിനിമ. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും കാണുക. സാധാരണ നമ്മൾ ക്ലാസ്സിൽ ഈ സിനിമ കാണിക്കാറുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അതിനൊന്നും കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പോലും ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ആ സിനിമ കാണാൻ ശ്രമിക്കുക, ദ മിറാക്കിൾ വർക്കർ. അതിൽ വളരെ വ്യക്തമായിട്ട് ഈ ആൻ സുളിവനും കുഞ്ഞു ഹെലനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കഥ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൻ സുളിവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ആ കുട്ടിയെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കാനാണ്. എന്താണെന്ന് വെച്ചാൽ ഓരോ വസ്തുവിനും
ഓരോ പേരുണ്ട്, ഓരോ വസ്തുവിനും ഓരോ പേരുണ്ട് എന്ന കാര്യം കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോധ്യം കുട്ടിയിൽ വന്നതിന് ശേഷം ആ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏതായാലും ഈ സിനിമയിലെ ഒരു ചെറിയൊരു രംഗം നമുക്കിപ്പോൾ കണ്ടു നോക്കാം. देख लिया। इस वीडियो से हम ये समझ सकते हैं कि हेलन कितनी ज़िद्दी बच्ची भी थी। इससे आप लोगों को ये
अंदाज़ा लग गए होंगे कि आन सुलिवन हेलन को पढ़ाने में कितनी सख्तियों से गुजारी होगी। एक बार और मैं आपको याद दिलाता हूँ कि हो सके तो आप लोग ये फिल्म द मिराकिल वर्कर पूरी देखिए। നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഈ കുഞ്ഞു ഹെലൻ എത്രമാത്രം ഷാഠ്യക്കാരി കൂടി ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ആ വീഡിയോയിൽ ഈ കുഞ്ഞു ഹെലനെ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ആൻ സുളിവൻ നടത്തുന്ന ഒരു ശ്രമമാണ്. എത്രമാത്രം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാൻ, എഴുത്തും വായനയും പഠിപ്പിക്കാൻ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ദ മിറാക്കിൾ വർക്കർ എന്ന് പറയുന്ന ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. चलिए हम दर्सी किताब को आगे पढ़ेंगे. उन्होंने रोज़ाना मुझे नई नई चीज़ों के नाम का तारुफ कराया और मुझ में बहुत से तजुर्बात पैदा कराई. मुझे समुद्र के किनारे और बागों में ले गई. फितरी मनाजिर से लुत्फ़ अंदोज़ी का मौका अता किया. उंगलियों के इशारों के ज़रिए अंग्रेज़ी हरूफ का भी तारुफ करवाया. ब्रेली रस्मुल ख़त में भी मुझे महारत पैदा कराई. ടീച്ചർ ദിവസേന എനിക്ക് പുതിയ പുതിയ വസ്തുക്കളെ പരിചയപ്പെടുത്തുകയും അവയുടെ പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിൽ പുതിയ അനുഭവങ്ങൾ സൃഷ്ടിച്ചു. സമുദ്രതീരത്തും പൂന്തോട്ടങ്ങളിലേക്കും എന്നെ കൊണ്ടുപോയി. പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ നൽകി. വിരലുകളുടെ ആംഗ്യങ്ങളിലൂടെ എന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളും പഠിപ്പിച്ചു. എന്നെ ബ്രെയിലി ലിപി പഠിപ്പിക്കുകയും ഞാൻ അതിൽ നല്ല കഴിവ് നേടുകയും ചെയ്തു. ब्रेली रस्मुल ख़त के बारे में आप शायद सुने होंगे. अंधों को मुतालिया करने का एक ख़ास रस्मुल ख़त है ബ്രൈലി റസ്മുൽ ഖത്ത്. ബ്രെയിലി ലിപിയെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. അന്ധരായ ആളുകൾക്ക് വായിക്കാനുള്ള ഒരു പ്രത്യേകതരം ലിപിയാണത്. അത് ഈ പേപ്പറിൻ്റെ മുകളിൽ ഈ പ്രൊജക്റ്റ് ചെയ്തു വച്ചിരിക്കുന്ന ചില ഡോട്ടുകളുണ്ടാകും. അതുവഴിയാണ് അക്ഷരങ്ങൾ വ്യക്തമാകുന്നത്. അത് തൊട്ട് മനസ്സിലാക്കിയിട്ടാണ് വായിക്കുക. അതാണ് ബ്രെയിലി ലിപി. ഉറുദുവിൽ ബ്രെയിലി റസ്മുൽ ഖത്ത് എന്ന് പറയും. आगे देखिए. छोटी उम्र में ही हार्वर्ड यूनिवर्सिटी की ऑनर्स की डिग्री हासिल की. फिर मेरे लिए ज़िंदगी एक तफरीह बन गई. 1888 ईस्वी के बाद मेरी ज़िंदगी का एक अहम दौर शुरू हुआ. इसी साल बोस्टन के अंधों के स्कूल में मेरा दाखिला हुआ और मैं इस स्कूल की एक तालिबा बन गई. मुझे अपनी ही जैसे बहुत से साथियों के साथ रहने, सहने और पढ़ने का मौका मिला. अपने दुख भूल जाने का एहसास हुआ. उस वक्त मौसीकी के आलात, गवैयों के गले और लब पर छूने से गीत और मौसीकी के आलात में भी मुझे तरबियत मिली. लब के हरकत व सकनात से इजहार ख़याल करने में भी मुझ में ज़रा सी काबिलियत पैदा हो गई. 1891 में मैंने एक छोटी कहानी द फ्रोस्ट किंग ब्राइली रस्मुल ख़त में लिखी.
ചെറുപ്രായത്തിൽ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് ജീവിതം എനിക്ക് ആസ്വാദ്യകരമായി മാറി. 1888 ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിന് തുടക്കമായി. ഇതേ വർഷം ബോസ്റ്റണിലെ അന്ധവിദ്യാലയത്തിൽ എനിക്ക് പ്രവേശനം ലഭിച്ചു. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയായി ഞാൻ മാറി. എന്നെപ്പോലുള്ള ധാരാളം കൂട്ടുകാരോടൊത്ത് കഴിയാനും പഠിക്കാനുമുള്ള അവസരം ലഭിച്ചു. എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അക്കാലത്ത് സംഗീത ഉപകരണങ്ങളുടെയും ഗായകരുടെ കഴുത്ത്, ചുണ്ടുകൾ എന്നിവയുടെയും സ്പർശനത്തിലൂടെ സംഗീത ഉപകരണങ്ങളിലും എനിക്ക് പരിശീലനം ലഭിച്ചു. ചുണ്ടുകളുടെ ചലനത്തിലൂടെ ആശയവിനിമയം നടത്താനുള്ള കഴിവും ചെറുതായി ലഭിച്ചു. 1891 ദി ഫ്രോസ്റ്റ് കിങ് എന്ന പേരിൽ ചെറിയൊരു കഥ ബ്രെയിലി ലിപിയിൽ ഞാൻ എഴുതി. ये क्लास हम यही ख़त्म करेंगे, बाकी का हिस्सा हम अगले क्लास में पढ़ेंगे. अब आपके लिए सरगर्मी के तौर पर 2 सवाल देता हूँ. आप ज़रूर उनके जवाब लिखकर भेज दीजिए. सवाल नंबर 1. हेलन केलर की ज़िंदगी पर आन सुलिवन के असरात पर एक मुख्तसर नोट लिखिए. एक बार और. हेलन केलर की ज़िंदगी पर आन सुलिवन के असरात पर एक मुख्तसर നോട്ട് ലിഖിയേ. ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ ആൻ സുളിവലിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കുക. सवाल नंबर 2. हेलन केलर ने अपनी ज़िंदगी कमज़ोर लोगों की खिदमत के लिए सर्फ कर दी थी. ऐसे किसी दूसरी शख्सियत के बारे में मालूमात फराहम करके नोट तैयार कीजिए. एक बार और सवाल नंबर 2. हेलन केलर ने अपनी ज़िंदगी कमज़ोर लोगों की खिदमत के लिए सर्फ कर दी थी. ऐसे किसी दूसरी शख्सियत के बारे में मालूमात फराहम करके नोट तैयार कीजिए. ഹെലൻ കെല്ലർ തൻ്റെ ജീവിതം മുഴുവൻ ദുർബലരായ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് വിവരം ശേഖരിക്കുകയും ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുക. ഫിർ മിലേംഗെ. ശുക്രിയ.